ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, സോ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫി ഫോൾസ്. ഫിഫി ആണോ ഫേഫെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും നമ്മൾ മേഘാലയയിലാണ്. മേഘാലയയിലെ ഫസ്റ്റ് സ്ഥലമാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടു, നമ്മൾ മേഘാലയയിലേക്ക് പോകുന്ന വീഡിയോ കണ്ടു. ഇത് മേഘാലയയിലെ ഫസ്റ്റ് സ്പോട്ട് വീഡിയോ ആണ്. സോ സ്ഥലത്തിൻ്റെ പേര് ഫിഫി ഫോൾസ്. ഇത് മേഘാലയയിലെ ജയന്തിയ എന്ന ഹില്ലിലാണ് അത് ഡിസ്ട്രിക്റ്റാണ്. ജയന്തിയ ഡിസ്ട്രിക്റ്റിൽ, മേഘാലയയിലെ ജയന്തിയ ഡിസ്ട്രിക്റ്റാണ് ഈ ഒരു ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഫിഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ പാരഡൈസ് എന്നാണ്. സോ ഫിഫിക്ക് പാരഡൈസ് ഫോൾസ് എന്നൊരു പേരും കൂടി ഉണ്ട്. ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്, നമ്മൾ സ്വിഫ്റ്റിൽ ഓഫ് റോഡ് ചെയ്യുന്നൊരു പ്രതീതിയാണ് എനിക്ക് വരുന്നത്. ഞാൻ എത്രയൊക്കെ അവൻ്റെ വണ്ടിയിലെ ഗ്ലാസ് വരാതിരിക്കാൻ വേണ്ടി നോക്കിയാലും അത് വരുന്നുണ്ട്. അല്ലാതെ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ നമ്മൾ വയനാട് പോയിട്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. സുഹൃത്തുക്കളെ, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ്, ഉറപ്പാണ്. ഭൂമിയിലുള്ള സ്വർഗങ്ങളിൽ ഒന്നിതാണ്. ഭൂമിയിലുള്ള സ്വർഗങ്ങളിൽ ഒന്നിതാണ്. സത്യമായിട്ട് ഞാൻ പറയാ, എന്റെ ഭഗവാനെ, നിങ്ങൾ കണ്ടേ ഇത്? ഞാൻ ചിത്രന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുക. സർവേശ്വര, ഇതൊക്കെ കാണാതെ ഞാൻ മരിച്ചിരുന്നെങ്കിലോ. എനിക്ക് BMW വേണ്ട, ബെൻസും വേണ്ട, എനിക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയാൽ മതി. മാതിരിയുള്ള കൂടെ എനിക്ക് ആക്ച്വലി നമ്മൾ ഈ റോഡിൽ കൂടെ വളരെ നന്നായി. കാരണം എന്താണെന്നറിയോ, നമ്മള് മെയിൻ റോഡിൽ കൂടെ പോയിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്തോ കാട്ടുവഴിയാണെന്നാ തോന്നുന്നത്. നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നു കണ്ടോ നിങ്ങൾ? വെള്ളത്തിൽ കൂടി ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുക. സൂപ്പർ. ഇതൊരു വർത്ത് വിസിറ്റ് ആയിരുന്നു. മേഘാലയ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത് വൃത്തിയാക്കാത്തെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുക. ദൈവമേ, നിങ്ങൾ കാഴ്ചകൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിലോ മറ്റോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ചില യൂറോപ്യൻ കൺട്രീസിലുള്ള പുൽമേടുകളാണിത്. അല്ല, ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുൽമേടുകളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഉള്ള പുൽമേടുകൾ ഉണ്ടെന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു, എന്താ പറയാ, നമ്മൾ മെയിൻ റോഡിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉറപ്പ്. Oh my god. എന്ത് വ്യൂ! സത്യം. It's breathtaking. സുഹൃത്തുക്കളെ, ഭൂമിയിലുള്ള സ്വർഗങ്ങളിൽ ഒന്നിത് തന്നെയാണ്. അതെ, ബാക്കിയുള്ള സ്വർഗങ്ങൾ ഞങ്ങൾ ഇനി ഓരോ വർഷങ്ങളിലായിട്ട് പോയി കണ്ടുപിടിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത് നോക്ക്, ഈ വെള്ളച്ചാട്ടമാണോ എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഈ കാഴ്ചകൾ നമ്മൾ എന്തൊക്കെ കാണുന്നത് നോക്കിയേ. എന്റെ ഭഗവാനെ, ഭായ് കിतना क्या व्यू है भाई. ഓ, അതാണോ നമ്മൾ പോകാനുള്ള വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത്. പിപി എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. വെള്ളച്ചാട്ടം. ഓ മൈ ഗാഡ്. സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടു നോക്കി, എന്ത് മനോഹരമെന്ന്. ഓ മൈ ഗാഡ്. സോ ഇത് പേഫെ ഫോൾസ് ആണ്. ഇത് ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്റർ താഴേക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ നടക്കുന്നുണ്ട്. 1/2 കിലോമീറ്റർ എന്ത് ഗൈസ്, ദ വ്യൂസ് ഓസം. ഇത് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ മേഘാലയ വരുന്നെങ്കിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഈ നോക്കൂ, ആ വ്യൂസ് കണ്ടോ? വാവ്. Guys, see that view. See the value allo, valley. Wow. I'm in love with this place, dude. I am also in love with this place.
നിങ്ങൾ ഈ കാഴ്ചകൾ നോക്കുക. ആക്ച്വലി നമ്മൾ ട്രെക്ക് ചെയ്ത് കുറച്ചുകൂടി പോവുകയാണെങ്കിൽ ആ വെള്ളം വീഴുന്ന ആ ഒരു സ്പോട്ടിൽ നമുക്ക് എത്താം. നമ്മൾ ഇവിടുന്ന് നിങ്ങൾ കാണുന്ന ആ ഒരു പോയിന്റ് വരെയും നമ്മൾ ട്രക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ എത്തത്തില്ല. കാരണം ഇത് മിനിമം 2-3 മണിക്കൂറോളം നമ്മൾ എടുക്കും. നമുക്ക് അത്രയും ടൈമില്ല. അല്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള ട്രക്കിങ് നല്ലൊരു ഹെവി ട്രക്കിംഗ് ഉണ്ട്. കാരണം നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാഴ്ചകൾ കണ്ടുപോകാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു വ്യൂ, കാരണം എനിക്കൊന്ന് വേറെ ഏത് വഴി കൂടെ അവിടെ വരാനുള്ള ഓപ്ഷനാണ്. വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാഴ്ചകളാണ് കാണുന്നുള്ളൂ. കാരണം ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ എത്തിയൊരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഓരോ കാഴ്ചകളും അത്രയ്ക്ക് മനോഹരമൊന്നും ഞാൻ ഈ വാലി കണ്ടു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് തിരിച്ച് പോവുകയാണ്. പേപ്പേ ഫോൾസ് കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ ട്രക്കിംഗ് ഉണ്ട്. ട്രക്ക് ചെയ്ത് നമ്മൾ എവിടെ പോകണ്ടോ? നാളെ പോകണ്ട. കാരണം ഒരുപാട് ട്രക്കിങ്ങിനുള്ള ആരോഗ്യം ഞങ്ങൾ അനുവദിക്കുന്നില്ല. തന്നെ കണ്ടുകൂടാ. ഈ സൈഡിൽ കൂടെ വേണം. എന്തുകൊണ്ടാണ് മേഘാലയ എന്ന പേര്? മേഘങ്ങളെ തൊട്ട് നിൽക്കുന്നത് കാരണം കണ്ടില്ലായോ? നമ്മളിപ്പോൾ വന്ന സമയത്തൊക്കെ മേഘങ്ങളാ. നിങ്ങൾ കണ്ട് ഭയങ്കര അടുത്ത് കാണാൻ പറ്റുന്നത് പോലെ. എനിക്കത് സീസൺ സമയത്ത് കൂടുതലായിട്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ട് സംഭവമൊന്നും ഇവിടെ ഇല്ല. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഇതുവരെ വന്നത് ബോത്ത് തന്നെയാണ്. ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. സ്റ്റിൽ ഞാനത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ പേപ്പേ ഫോൾസ് ഇച്ചിരി ഉള്ളിലേക്കാണ് കേട്ടോ. കാരണം മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഈ പേപ്പേ ഫോൾസിലേക്ക് വരുന്നെങ്കിൽ സൂക്ഷിക്കുക. കാരണം ഓഫ് റോഡ് സെറ്റപ്പാണ്. പ്രോപ്പറായിട്ട് മാപ്പ് ഫോളോ ചെയ്യുക. കാരണം ട്രക്കിങ്ങിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഡേ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. ഷിലോങ്ങിൽ നിന്നല്ലല്ലോ, ഗുവാഹത്തിൽ നിന്നാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ അധികം കടകളൊന്നും കാണില്ല കേട്ടോ. ഇല്ല, ഇവിടെ ഇല്ല. കാരണം എനിക്ക് ഓഫ് സീസൺ ആകണമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ബർച്ചുക്കി ഗഗൻചുക്കിയൊക്കെ പോയപ്പോൾ അവിടെ ഫുൾ കടകളുണ്ടാകും. വെള്ളമാണെങ്കിലും. പക്ഷേ ഈ കാര്യം പറഞ്ഞോട്ടെ, അതിൻ്റെ പോസിറ്റീവ് സൈഡ്, ഇതൊരു അൺടച്ച് പ്ലേസസ് ആണ് സുഹൃത്തുക്കൾ. നിങ്ങൾ കാഴ്ചകൾ കാണുന്നുണ്ടോ? ഇത് അൺടച്ച് പ്ലേസസ് ആണ്. കാരണം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഒന്നും സ്പോയിൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ മേഘാലയ ചൂസ് ചെയ്യാൻ എടുത്ത സമയത്ത് എൻ്റെ അടുത്ത തീരുമാനത്തിൽ എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. കാരണം ഒരുപാട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നശിക്കാതിരിക്കുന്നൊരു പ്ലേസ് ആണത്. അത് ശരിയാട്ടോ. കാരണം ഒരുപാട് ക്രൗഡ് ആകുമ്പോഴായിരിക്കും ഒരുപാട് കടകളും ഒരുപാട് സാധനങ്ങളൊക്കെ വരും. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ വസുധാര ഫോൾസിലെ ട്രക്കിങ്ങിന് പോയതാണ് മനയിൽ നിന്ന്. കാരണം ഇതുപോലെയായിരുന്നു, അവിടെ ആരുമില്ലായിരുന്നു. ഞങ്ങളതിന് പാഷനോടെ കാണുന്ന കുറച്ച് പേര് മാത്രം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പറയുക, തുടക്കം മാത്രമാണ്. അടുത്ത നമ്മുടെ പേപ്പേ ഫോൾസ് കഴിഞ്ഞു. നിങ്ങളത് കണ്ടോ? വാവ്, ആ റിവർ ഫ്ലോ കണ്ടോ? വാവ്, എനിക്കറിയാം ഇത് ടെലിസ്കോപ്പിക്കോ സൂപ്പർ ടെലിസ്കോപ്പിക്കോ ഇതിനേക്കാൾ കുറേ നല്ല വ്യൂസ് എനിക്ക് എടുക്കാൻ പറ്റും. അത് മാത്രം ടെലിസ്കോപ്പിക് കാണാൻ പറ്റുമോ? ഇല്ല, ആ വിഷ്വലിൻ്റെ പാട്ട് എനിക്ക് അത്തന്നെ പണിയെടുക്കാൻ വയ്യ. വാവ്, നിങ്ങൾ നോക്കുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ കണ്ണുകളുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണണ്ടായോ. വാവ്, വന്ന വഴി നോക്കി നമ്മൾ. വൺ സെക്കൻഡ്, ഞാൻ ഏറ്റവും ലിസ്റ്റിലിട്ടാ. എന്ത് നല്ല കാഴ്ച. വാ, ഒരു രക്ഷയില്ല. എന്തിന്? ഇത് നമ്മുടെ പാർക്കിങ്ങിലുള്ള പുള്ളിയാണ്, മേഘാലയനാണ്. പുള്ളി വന്നിട്ട് നൈസാണ്. ഞങ്ങൾ പുള്ളി താഴെ നിന്ന് കണ്ടായിരുന്നു. ഇത് കെയർ ടേക്കർ പുള്ളിയാണ്. ബട്ട് ആ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ക്രെഡിറ്റ് താങ്ക്സ് ടു കിഷോർ ഭായ് ഫോർ ദിസ് വണ്ടർഫുൾ വ്യൂ.